ചെറുള എന്ന ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ബലിപ്പൂവ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഇളം ഇലകൾ നുള്ളിയെടുത്ത് തോരൻ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം രുചികരമാണ്. വെളുത്ത പൂക്കൾ നിറയെ ഇതിൽ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ തണ്ട് നന്നായിട്ട് മുറ്റിക്കഴിഞ്ഞാൽ അതിൽ നിറയെ വെളുത്ത പൂക്കൾ നിറഞ്ഞു നിൽക്കും. ഇതിൻ്റെ വിത്തുകളാണ് ഈ പൂക്കൾക്കുള്ളിലുള്ളത്. ബലികർമ്മത്തിന് ഇത് ഉപയോഗിച്ചിരുന്നു. ശരീരത്തിലെ വിഷം അകറ്റുന്ന ഒരു ഔഷധ ചെടിയാണിത്. വൃക്ക രോഗത്തിന് മരുന്നായിട്ടും ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ നിരവധി ഉപയോഗങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണിത്. രക്തസ്രാവം, കൃമിശല്യം, മൂത്രത്തിൽ കല്ല് ഇവയൊക്കെ ശമിക്കുന്നതിനായിട്ട് ഇത് മരുന്നുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെടിയാണ്. ചെറുളയെ സൂചിപ്പിക്കുന്നത് യമദേവനെ തന്നെയാണ്. യമദേവനാണ് ഇതിൻ്റെ ദേവതയായിട്ട് വരുന്നത്. ബലികർമ്മത്തിനും മറ്റും ഇത് ഉപയോഗിക്കുന്നത് തന്നെ ആ ഒരു ഉദ്ദേശത്തിലാണ്. അതുപോലെ തന്നെ ഇത് ചൂടുന്നത് ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. കരപ്പൻ ഔഷധമായിട്ട്